യെസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ഓടാറിറങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാം ഒരു ഡൗട്ടുള്ള കാര്യമാണ്, ഏത് ഓട്ടോറിക്ഷ ഇനി എടുക്കണം. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് സ്പെയർ പാർട്സ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ മടുത്ത് ഇനി ഒരു ഓട്ടോ എടുക്കുമ്പോൾ ഏത് ഓട്ടോറിക്ഷ എടുക്കണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുമായിരിക്കും. അപ്പോൾ ഏത് ഓട്ടോറിക്ഷ എടുക്കണം? ഇപ്പോൾ ഞാൻ ഓടുന്നത് ബജാജിൻ്റെ നമ്മുടെ ഒറ്റക്കണ്ണം കുട്ടി ഡീസലാണ് ഓടുന്നത്. ഓരോ ആൾക്കാരും ഓരോ ഓട്ടോറിക്ഷകൾ ഓടുന്നു. പിന്നെ പുതുതായിട്ട് ഓടാൻ ഇറങ്ങുന്ന ആൾക്കാർക്കും ഡൗട്ടുണ്ട് ഏത് ഓട്ടോറിക്ഷ എടുക്കണമെന്ന്. ഇപ്പം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെ ഇരിക്കുന്ന വണ്ടി ഓരോ വണ്ടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഡൗട്ടുണ്ട് ഏത് ഓട്ടോറിക്ഷ എടുക്കണോ. ഓട്ടോറിക്ഷ ഫീൽഡിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അവിടുത്തെ അന്തരീക്ഷം നോക്കിയിട്ട്, അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പെർമിറ്റ്, നമ്മൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റാൻഡിൽ പിടിച്ച് ഓടാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വണ്ടി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടിടാനല്ലല്ലോ, അല്ലെങ്കിൽ ഫോൺ ഓട്ടം വിളി ഓട്ടം വരുന്നവരൊക്കെ നമ്മൾ കാത്തിരിക്കാനല്ലോ. ഒരു ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റണം. അപ്പോൾ ഒരു ഓട്ടം വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാം, നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, എപ്പോഴും ഫോൺ ഓട്ടം തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഓട്ടോറിക്ഷ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റാൻഡ് ഇട്ട് നമുക്ക് ഓടി അതിനകത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിലൂടെ നമുക്ക് കഴിഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വിചാരമോ ഈ ഓട്ടോറിക്ഷ ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രീ, നമ്മൾ തന്നെ മുതലാളി, നമ്മൾ തന്നെ തൊഴിലാളി. നമുക്ക് അങ്ങനെ ഒരു ഇതാണ്. നമുക്കൊരു ലീവ് എടുക്കണമെങ്കിൽ ആരെയും കാലൊന്നും പിടിക്കണ്ട. ഇപ്പോൾ ഞാൻ ഉച്ചവരെ ഓടി, വണ്ടി ഒതുക്കണമെങ്കിൽ ഒതുക്കാം. നമുക്ക് വേറെ ഏതെങ്കിലും പണിക്ക് പോവാം, പോയിട്ട് വന്നിട്ട് വീണ്ടും വണ്ടി എടുക്കണമെങ്കിൽ വണ്ടി എടുക്കാം. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ വണ്ടിയിലൊക്കെ ഉണ്ട്, ഇതിലൊക്കെ ഈ ഓട്ടോ ഫീൽഡിലൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളതൊക്കെ തന്നെ ശരിയൊക്കെ തന്നെയാണ്. അതേപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ്, ഈ ഓട്ടോറിക്ഷ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നശിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡും കൂടി. അതായത് നമ്മുടെ പ്രായമുള്ള ആൾക്കാരില്ലേ, വേറെയുള്ള മേഖലയിൽ ജോലിയും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, പിന്നെ ഗൾഫിൽ നിന്ന് വർഷങ്ങളോളം നിന്നിട്ട് വേറെ ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ മാത്രമേ ഇപ്പം ഈ ഫീൽഡിൽ നിൽക്കുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ കുറച്ച് പേരേ ഉള്ളൂ. കുറച്ചല്ല എന്നാലും ഉണ്ട് കുറച്ച്. ഈ നമ്മുടെ ജനറേഷനോടെ എനിക്ക് തോന്നുന്നു കാണത്തുള്ളൂ എന്ന് പറയും. ഇനിയുള്ള ജനറേഷനിൽ, നമ്മളെ താഴോട്ടുള്ള ജനറേഷനിലൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഈ മേഖലയിലോട്ട് വരുമോ എന്ന് എനിക്കറിയില്ല. വരുത്താൻ ചാൻസ് കുറവാണ്. എന്നുവെച്ചാൽ ഈ മേഖല നശിഞ്ഞുകൊണ്ടിരിക്കുന്ന മേഖല എല്ലാ രീതിയിലും, സ്പെയർ പാർട്സിൻ്റെ രീതിയിലാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ രീതിയിലാണെങ്കിലും ഡീസലിൻ്റെ വർധനവാകട്ടെ, എല്ലാം കൊണ്ടും നമുക്ക് ഇവിടുത്തെ ഒരു പറ്റുന്നില്ല. പിന്നെ അതുമാത്രമല്ല, എല്ലാ വീടുകളിലും ഇപ്പോൾ ഞാൻ ഓടാറിറങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ടൂ വീലറുകളില്ലായിരുന്നു. ഞാൻ 2016 ആ സമയത്തൊക്കെയാണ് ഞാൻ 2016-17 വർഷങ്ങളാണ് ഞാൻ ഓടാറിറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ, അന്നത്തെ സമയത്ത് ഞാൻ ഓടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറഞ്ഞൊരു 1500 രൂപ എങ്കിലും മിനിമം കിട്ടിയിരിക്കും. അത് എല്ലാ സ്റ്റാൻഡിലും പിടിച്ചു അത്ര ഓട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അന്തരീക്ഷത്താണ്. ഇപ്പോൾ സീസൺ ടൈമിലാണെങ്കിൽ പോലും, ഇപ്പോഴത്തെ സീസൺ ടൈമിൽ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 രൂപ ഒക്കെ ഓടാം, ഓക്കെ ശരിയാണ്. അല്ലാതെയുള്ള സമയത്ത് ഓടുന്നതെന്ന് പറഞ്ഞാൽ 800, ചില ദിവസങ്ങളിൽ 400 വരെ ഓടിയ ദിവസങ്ങളുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ എപ്പോഴും സീസൺ ടൈം ആകണമെന്നില്ലല്ലോ. അതിപ്പം മടുപ്പ് സമയം, ഇപ്പോൾ മടുപ്പിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയമുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഓട്ടോ ഉണ്ട് ബീച്ചിലൊക്കെ, ഞങ്ങളുടെ സ്റ്റാൻഡിലൊക്കെ അത്യാവശ്യം ഓട്ടോയുള്ള ടൈമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എവിടെയുള്ളവരായിക്കോട്ടെ നിങ്ങളുടെ സ്റ്റാൻഡ് പരിസരത്ത് ഏത് ഓട്ടോറിക്ഷയാണ് ഉള്ളത്, ആ ഉള്ള ഓട്ടോ തന്നെ എടുക്കാൻ തന്നെ നിങ്ങളെപ്പോഴും ശ്രമിക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെക്കാനിക്കൊക്കെ അപ്പോൾ ആ പരിസരത്ത് തന്നെ കാണും. അതുമാത്രമല്ല, നിങ്ങളൊരു ഓട്ടോറിക്ഷ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പുതുതായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ, അപ്പോൾ ഓടുന്ന ആൾക്കാർക്ക് അവർക്കൊരു ധാരണ അവർ കാണും. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഞാൻ ഈ വണ്ടിയാണ് ഓടിക്കുന്നത്, ഈ വണ്ടീൻ്റെ പോരായ്മ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ നല്ല അടിപൊളി കുട്ടപ്പൻ വണ്ടിയാണ്, നല്ല പുള്ളിയും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വണ്ടി അയക്കാൻ കംപ്ലയിൻ്റ് ആവും. ഇപ്പോൾ സ്പെയർ പാർട്സിന് പോകുമ്പോൾ ഓരോ സ്പെയർ പാർട്സിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ആഴ്ചകൾ കൊണ്ട് മാസം കൊണ്ടും വില മാറി വരും. അപ്പോൾ നമുക്ക് മിനിമം 30 രൂപ വെച്ച് കണക്ക് ചെയ്ത് ഇതിൻ്റെ സ്പെയർ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് മുതലാകാതെ വരുന്നത്. അതാണ് ഈ ബജാജ് വണ്ടീൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നതാണ്, ഈ വില വ്യത്യാസം സ്പെയർ പാർട്സിന്. വേറെയുള്ള വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിന് ഇച്ചിരി വില കൂടിയിരിക്കും. പക്ഷേ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. വണ്ടി ഓടിച്ചിട്ടൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയൊക്കെ തന്നെ, ഉഷാർ വണ്ടിയൊക്കെ തന്നെ. ഓട്ടോകളുടെ കൂട്ടത്തിൽ ഇപ്പം എൻജിൻ കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഓട്ടോറിക്ഷകളുടെ കൂട്ടത്തിൽ നല്ല എൻജിൻ ഇത് വരുന്ന ആപ്പ് തന്നെ. അപ്പം ബജാജ്. അപ്പോൾ നിങ്ങൾ അപ്പോൾ വിചാരിക്കും ആപ്പ് ഇല്ലേ എന്നുള്ള, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ആപ്പ് അല്ല കറക്റ്റ് പറഞ്ഞാൽ. ആപ്പൊക്കെ കറക്റ്റ് പറഞ്ഞത് എൻജിനായിട്ട് കൂട്ടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അത് എൻജിൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ബജാജ് വണ്ടി തന്നെയാണ്, ഡീസൽ വണ്ടി തന്നെയാണ് പക്ക.
അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം പോയായിരുന്നു. ഒരു 6 വർഷത്തിന് മുമ്പ് ഞാൻ ട്രിവാൻഡ്രം പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ എനിക്കതിനകത്ത് വ്യത്യാസം തോന്നിയിരിക്കുന്നത്, അവിടുത്തെ ഓട്ടോകളുടെ വ്യത്യാസം തോന്നിയിരിക്കുന്നത്, അവിടെ കൂടുതലും ഇപ്പോൾ CNG വണ്ടിയിലോട്ട് വന്നു. CNG തന്നെ TVSൻ്റെ ഓട്ടോറിക്ഷകൾ. ഇപ്പോൾ ഞാൻ നിലവിൽ അന്ന് പോയപ്പോൾ ആപ്പയും ബജാജും ആയിരുന്നു കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം സിറ്റിയിൽ ഞാൻ ഇപ്പോൾ കണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ TVSൻ്റെ CNG മോഡലും TVSൻ്റെ പെട്രോൾ ഡീസലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും CNG അടിച്ചിട്ട് കൂടി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. അതുപോലെ ബജാജിൻ്റെ വണ്ടികളാണ് അവിടെ കൂടി നിൽക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ആ വണ്ടിയിൽ ഏത് വണ്ടികളിലും ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ആലപ്പുഴയിലാണെങ്കിൽ ആപ്പ് ഓട്ടോറിക്ഷ ആയിരുന്നു ഏറ്റവും ടോപ്പിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ ആയിരുന്നു മാർക്കറ്റിങ്ങിൽ. ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. ഇപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബജാജ് വണ്ടിക്ക്, ബജാജ് മാക്സിമമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തു വരുന്നത്. അപ്പോൾ അത് എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെയർ പാർട്സ് കാര്യങ്ങൾ മെക്കാനിക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാണ് അതിൻ്റെ ഉള്ളത്. പിന്നെ CNG എടുത്തിട്ട് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് മെക്കാനിക്ക് സൈഡൊക്കെ ഇച്ചിരി മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഇവിടെ ആലപ്പുഴയിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഓരോ ജില്ലയിൽ ചിലപ്പോൾ വേറെ ഇപ്പോൾ എറണാകുളം ജില്ലയിലാണെങ്കിൽ ചിലപ്പം നല്ല മെക്കാനിക്കൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണും. ഇപ്പോൾ എറണാകുളം പോയി കഴിഞ്ഞാൽ മൊത്തം CNGൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനീൻ്റെ വണ്ടി CNG, ആപ്പേൻ്റെ CNG ഉണ്ട് അവിടെ, ബജാജിൻ്റെ TVSൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. TVSൻ്റെ CNG വണ്ടി നല്ലതാണ് കേട്ടോ. നല്ല ഓപ്ഷനും കാര്യങ്ങളും മൈലേജും കാര്യത്തിലൊക്കെ നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്നൊരു വണ്ടി തന്നെ ഇപ്പോൾ CNG കാറ്റഗറിയിൽ. ഇലക്ട്രിക് വണ്ടിയിൽ ഇപ്പം അടിപൊളിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വന്നാൽ ഗോഗോ ഇറങ്ങിയായിരുന്നു, ബാക്ക് ഡിക്കി സ്പേസൊക്കെ ഉള്ള. അതിൻ്റെ തന്നെ ഇലക്ട്രിക്കിൻ്റെ തന്നെ ഗോഗോ വെച്ച് തന്നെ നമ്മുടെ ചെറിയ ഓട്ടോൻ്റെ ഈ മോഡലിൽ തന്നെ ഗോഗോ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഇറങ്ങിയിട്ട് ഉള്ളത് ആരെങ്കിലും എടുത്തിട്ടുണ്ടായില്ലെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ഷോറൂമിൽ പോയപ്പം ഇസാക്കിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. ഇസാക്കിൻ്റെ വണ്ടിയുടെ ബ്രേക്കിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് ഞാനൊരു പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ വണ്ടി കാണുന്നത്, ഗോഗോൻ്റെ ചെറിയ മോഡൽ കാണുന്നത്. അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഏത് വണ്ടിയാണോ കൂടുതലുള്ളത് ആ വണ്ടി തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. പിന്നെ പുതുതായിട്ട് ഓട്ടോറിക്ഷ ഓടാൻ വരുന്ന ആൾക്കാരാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ചോദിക്കുമോ ഞാനൊരു വണ്ടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കിടന്ന് ഓടാൻ പറ്റുമോ. അപ്പോൾ അവരെന്തെങ്കിലും പറയും പറ്റത്തില്ല ഇവിടെ അംഗങ്ങൾ കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അത് നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കണം ഇനി എന്താണ് അടുത്ത ഓപ്ഷൻ, എനിക്ക് ഓടണം എന്ന് പറയുമ്പം അപ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഓടിയേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതനുസരിച്ചുള്ള ഓപ്ഷൻ അവർ പറയുക. അവിടെ ഒരു കമ്മിറ്റി, അവിടെ ഒരു എക്സിക്യൂട്ടീവ് കാര്യങ്ങളൊക്കെ വേണം, അവർ പറയും. അല്ലാതെ അവിടെ പോയിട്ട് വഴക്ക് പിടിക്കാനോ പട പിടിക്കാനോ ഒന്നും പോകരുത്, ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഈ ഓട്ടോറിക്ഷയായിട്ട് ഇറങ്ങുന്നത് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് വഴക്കിടാനൊന്നും പോകുന്നവരൊന്നുമല്ല. അപ്പം നമ്മൾ പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ പുതുതായിട്ട് ഓടാൻ ഇറങ്ങുന്ന ആൾക്കാർ കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഈ ഫീൽഡിലോട്ട് നിൽക്കുന്നത്. അത് നമ്മൾ ഈ ഓട്ടോറിക്ഷ മേഖല മാത്രമല്ല, എല്ലാ മേഖലയിലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഓട്ടോറിക്ഷ മേഖല ഇച്ചിരി കൂടുതലാണെന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് അറിയാവുന്നൊരു സുഹൃത്താണെങ്കിൽ പോലും നമ്മൾ ഈ ഓട്ടോറിക്ഷ പ്രസ്ഥാനത്തോട്ട് വരുമ്പം നമ്മൾ ഓടി വരുമ്പോൾ തന്നെ അവർക്കൊരു നീരസവും കാര്യങ്ങളും ഇതൊക്കെ കാണും. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. വേണ്ട നമ്മളിത് ഇതിനകത്ത് ഇറങ്ങി കളിച്ചാലും നമുക്കത് കറക്റ്റ് അത് മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് ഓട്ടോറിക്ഷ എടുക്കണമെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടാകരുത്. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഓട്ടോറിക്ഷ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഓട്ടോറിക്ഷ ഇഷ്ടമാണ്, അതൊരു ഓട്ടോറിക്ഷ ഇഷ്ടമാണ്. അതുമാത്രമല്ല ബജാജിൻ്റെ മാക്സിമം എനിക്കിഷ്ടമാണ്. TVSൻ്റെ പെട്രോൾ വണ്ടിയുണ്ട് അതെനിക്കിഷ്ടമാണ്. ആപ്പ സെൻസർ അല്ലാത്ത ആദ്യം ഇറങ്ങിയ മോഡൽ അതെനിക്കിഷ്ടമാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളും നമുക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഏത് വണ്ടിയാണെങ്കിലും നമ്മുടെ അവിടുത്തെ അന്തരീക്ഷത്തിൽ അതിൻ്റെ സ്പെയർ പാർട്സ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിൽ മെക്കാനിക്ക് കാര്യങ്ങളെല്ലാം കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ വണ്ടി എടുത്തുകൊണ്ട്, ഇപ്പോൾ ഏതൊരു വണ്ടിയാണെങ്കിലും ഒരു പുതിയ വണ്ടിയാണെങ്കിലും പഴയ വണ്ടിയാണെങ്കിലും വണ്ടി കംപ്ലൈൻ്റ് ആകും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നിരത്തിലിറങ്ങുന്ന ഒരാൾക്കാർ. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ പിൻപുഷ് അടിക്കാനാണെങ്കിലും വണ്ടിക്ക് ബൗഡം മാറാനാണെങ്കിലും വണ്ടി ഏത് തന്നെയായാലും വണ്ടി കംപ്ലൈൻ്റ് ആകും നമുക്ക്. പക്ഷേ ഏത് കംപ്ലൈൻ്റ് ആയാലും പക്ഷേ അതിൻ്റെ സാധനം നമുക്ക് കിട്ടണം. അത് ചെയ്യാനുള്ള മെക്കാനിക്കിന് നമുക്ക് കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ വണ്ടി കൊണ്ട് നമുക്കൊരു ഉപകാരമുള്ളൂ. അല്ലാതെ വെറുതെ ഇപ്പം ഞങ്ങളിപ്പോൾ ഈ ഏരിയയിൽ ഇപ്പം ബജാജ് വണ്ടിക്ക് ഒരു ഇതുമില്ല, എല്ലാ ആപ്പയും TVS പോലുള്ള വണ്ടിയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മാത്രം ഈ ബജാജ് കൊണ്ടുവന്നുള്ള ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഒരു മെക്കാനിക്ക് ഇവിടെ കാണത്തില്ല. ഇതിൻ്റെ സ്പെയർ പാർട്സ് എനിക്ക് കിട്ടത്തില്ല. ഇപ്പോൾ കോട്ടയത്ത് ഏതൊരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടോ, എൻ്റെ ബജാജിൻ്റെ സാധനങ്ങൾ കിട്ടാൻ ഇച്ചിരി പാടാണെന്ന് ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതാ പറഞ്ഞത്, ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ, അതും ഇതുപോലെ പുതുതായിട്ട് ഓടാറങ്ങിയ ആ ടീമാണ്. അപ്പോൾ ഞാൻ ഇപ്പം ഇതിനുമ്പോൾ വീട്ടിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഏത് വണ്ടി എടുത്താലും വണ്ടിയാകുമ്പോൾ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയുള്ള അവിടുത്തെ അന്തരീക്ഷത്തിന് പറ്റും. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങളുടെ സ്റ്റാൻഡ് പരിസരത്തിൽ തന്നെ പോയി, സ്റ്റാൻഡിൻ്റെ അവിടെ പോയി നിങ്ങളുടെ സ്റ്റാൻഡ് പരിധിയിൽ പോയി നോക്കുക ഏറ്റവും കൂടുതലുള്ള ഓട്ടോറിക്ഷ ഏതാണ്.
എന്നിട്ട് അവരടുത്ത് ചോദിക്കും ഏത് ഓട്ടോറിക്ഷ എടുക്കുന്നതെന്ന് അവരടുത്ത് ചോദിക്കും. അപ്പോൾ അവർ പറയുന്നത് മെക്കാനിക്ക് ഉണ്ടെന്നൊക്കെ പറയും. അടുത്ത് തന്നെയുള്ള ഏറ്റവും നല്ലതാണ് തൊട്ടടുത്ത് മെക്കാനിക്കുള്ള ഏതാണ് ആ മെക്കാനിക്കുള്ള അറ്റൻഡ് ചെയ്യുന്ന വണ്ടീനെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഞാനൊക്കെ അങ്ങനെ ഞാൻ ഓടാൻ സമയത്ത് അങ്ങനെയൊന്നും നോക്കിയൊന്നുമില്ല. ഞാൻ ഓടാൻ ഇറങ്ങുന്ന സമയത്തെല്ലാം ബജാജ് വണ്ടിയായിരുന്നു. ടൗണിൽ ബജാജ് വണ്ടി ഇറങ്ങുന്ന സമയമായിരുന്നു AC, അത് 2012 2013 എന്ന് പറയുമ്പം ഒരുപാട് വണ്ടി ഇറങ്ങി കുത്തി കൂടിയ ഉണ്ടായിരുന്നു. 13 14 ഞാൻ 2016 ഓടാൻ ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ബജാജ് വണ്ടി ഒരുപാട് ഇറങ്ങിയ ടൈമിലാണ് ഞാൻ ഓടാൻ. അതുകൊണ്ട് എനിക്ക് ബജാജ് വണ്ടിയാണ് കിട്ടിയത് ഓടാൻ ഇറങ്ങിയതും അങ്ങനെ ഓടുന്നത്. ഈ വണ്ടി തന്നെ അറിയാമല്ലോ, ഞാൻ 4 കൊല്ലത്തോളം വാടകയ്ക്ക് ഓടിയ വണ്ടിയും കൂടി. ഇത് വാടകയ്ക്ക് ഓടിയിട്ട് പിന്നീട് ഞാൻ ചിട്ടി പിടിച്ച് കിട്ടുന്ന പൈസ 500 1000 ഒക്കെ വെച്ചാൽ 1000 ഒക്കെ അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്നു. 1000 ഒക്കെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് തന്നെ. അങ്ങനെ ഈ വണ്ടി ഓടിക്കുന്നു. ഇപ്പം അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇതേവരെയായിട്ട് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടുള്ള വാടകയ്ക്ക് ഓടിക്കൊണ്ട സമയത്ത് ക്ലച്ച് പണി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 8 വർഷമായിട്ടുള്ളൂ. ഇതും ക്ലച്ച് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വേറെയുള്ള വണ്ടി വെച്ച് നോക്കുമ്പോൾ ആപ്പയും അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്ലച്ച് പണിയൊക്കെ വരുന്നത് വളരെ ഇതാണ്. ഒരു 5-6 വർഷത്തിലൊക്കെ ഇടയിൽ വരെയൊക്കെ ഓടും. ലൈഫുള്ള ഒരു ക്ലച്ചാണ് ഇതിൻ്റെ. അങ്ങനെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അന്തരീക്ഷം നോക്കിയിട്ട് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇനി വീഡിയോസ് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചെറിയൊരു വീഡിയോ തന്നെ ഒതുക്കി നിർത്തിയേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് വീണ്ടും കാണാൻ തന്നെ. ഓക്കെ.